ഫ്രണ്ട്സ്, എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം ഒരാഴ്ചയായി. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മൾ പഠിച്ച ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ കുറച്ച് പേരൊക്കെ എനിക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ ഫോട്ടോ അയച്ച് തന്നായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നും ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം ഓരോ സ്റ്റിച്ച് വീതം പഠിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണ്. അവർക്ക് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ടല്ലോ, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർ, അവർക്കാണ് ഇത് കൂടുതലും ഉപയോഗപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പുറത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു സ്വയം തൊഴിലാണ് ഈ ഹാൻഡ് എംബ്രോയിഡറി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ച് ഹെറിംഗ് ബോൺ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതിൻ്റെ വർക്ക് വരും ഷാഡോ വർക്ക് എന്ന് പറയുന്ന ഒരു വർക്കാണ്. വർക്കിൻ്റെ സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ആദ്യം ലൈൻ വരച്ചു കൊടുക്കണം. ഇതിന് 2 ലൈൻ വരച്ചു കൊടുക്കണം. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത പോലെ 2 ലൈൻ വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 നൂലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഫുൾ നൂലിൽ നിന്ന് 2 നൂല് ഊരിയെടുത്തിട്ടുണ്ട്. 2 നൂല് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. അടുത്ത് ഫ്രെയിം ഇടാം. ഫ്രെയിം ഇടാനും നൂല് കോർക്കാനും നൂലിൻ്റെ മൂട്ടിൽ കെട്ടിടാനും എല്ലാം എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നില്ല. സ്റ്റിച്ചിലേക്ക് പോവുകയാണ്. ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്റ്റിച്ചിലേക്ക് പോവുകയാണ്. ഇത് താഴേന്ന് കുത്തി മേളിലോട്ട് എടുത്തിട്ട് കണ്ടോ, ഇങ്ങ് മേളിലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണേ. സ്റ്റിച്ചിൻ്റെ പേര് ക്രോസ് സ്റ്റിച്ച് എന്നാണ്. അപ്പം ക്രോസ് ആയിട്ട് പോകണം. നമ്മൾ ഈ നൂല് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടിട്ട് വീണ്ടും കുറച്ച് അകലം, അതും ഈക്വൽ ഡിസ്റ്റൻസിൽ ആയിരിക്കണം. ഇത് എല്ലാ സ്റ്റിച്ചും ചെയ്യുന്നത് ഇതിൻ്റെ ഈ സൈഡിലേക്ക്, വീണ്ടും മുകളിലെ ഈ സൈഡിലേക്ക് കണ്ടോ, ഇങ്ങനെ വീണ്ടും താഴെ ഈ സൈഡിലോട്ട്, എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അതിനാണ് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പോകണം. പക്ഷെ ഇതിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ച് 2 രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റിച്ചാണ്. ഇത് വന്നിട്ട് ക്രോസ് സ്റ്റിച്ച് ഹെറിംഗ് ബോൺ എന്നൊക്കെ പറയും. ഈ ഒരു ക്രോസ് ആയിട്ടുള്ള ഇതും ഒരു ഡിസൈനാണ്. ഇത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ പുറകു വശത്തുനിന്ന് നമുക്ക് കിട്ടുന്നതും ഒരു സ്റ്റിച്ചാണ്. ഈ പുറകു വശത്തുനിന്ന് കാണുന്ന ഈ സ്റ്റിച്ചിൽ വരുന്ന വർക്കിനെ ഷാഡോ വർക്ക് എന്നാണ് പറയുന്നത്. നല്ല ഡിമാൻഡുള്ള ഒരു വർക്കാണ് ഷാഡോ വർക്ക്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഈ 2 സൈഡിൽ ലൈനായിട്ട് വരും. അതിൻ്റെ അതായത് ഈ ഷാഡോ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടെ ഇതിൻ്റെ ഷാഡോ, നമ്മൾ ഇപ്പുറത്ത് ചെയ്തിരിക്കുന്ന ക്രോസ് സ്റ്റിച്ചിൻ്റെ ഷാഡോ, ആ ഒരു നിഴല് ഇങ്ങനെ ഈ ക്രോസ് ആയിട്ട് പോയിക്കുന്ന ത്രെഡ് ഇതിനകത്തൂടെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അതിൽ ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നല്ല ഡിമാൻഡും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്, ഒരു വർക്കാണിത്, ഷാഡോ വർക്ക്. ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും എല്ലാവർക്കും. ഇനി കുറച്ച് സ്റ്റിച്ചുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു 1-2 സ്റ്റിച്ചുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്, ക്രോസ് സ്റ്റിച്ച്. കണ്ടോ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വീട്ടമ്മമാരും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിപ്പോൾ പുറത്ത് ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും നമ്മുടെ ഡ്രസ്സിനെ മനോഹരമാക്കാം. നമുക്ക് ഒത്തിരി വർക്കൊന്നും ഇല്ലാത്ത, ഇപ്പോൾ ചുരിദാറായാലും സാരി ആയാലും, നമുക്ക് ഒത്തിരി വർക്കൊന്നും ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ നമുക്ക് നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മളെ ഡ്രസ്സുകളിൽ.
അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല വില മതിക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കും വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെയുള്ള വർക്കൊക്കെ ബൊട്ടീക്കിലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.